ഒരിക്കൽ വൈകുണ്ഠത്തിൽ മഹാവിഷ്ണു താൻ നിത്യവും ആരാധിച്ചിരുന്ന അതിതേജസ്സുള്ള ഒരു വിഗ്രഹം സൃഷ്ടികർത്താവായ ബ്രഹ്മാവിന് സമ്മാനമായി നൽകി. ബ്രഹ്മാവ് ആ ദിവ്യ വിഗ്രഹം സുതപസ് എന്ന മഹർഷിക്ക് കൈമാറി. കാലങ്ങൾക്ക് ശേഷം അത് കശ്യപ പ്രജാപതിയിലൂടെ വസുദേവരുടെ കൈകളിലെത്തി. ഒടുവിൽ വസുദേവരുടെ പുത്രനായ ശ്രീകൃഷ്ണൻ ദ്വാരകയിൽ ആ വിഗ്രഹം ഭക്തിയോടെ പൂജിച്ചു പോന്നു. ദ്വാപരയുഗം അവസാനിക്കാറായി. ഭഗവാൻ കൃഷ്ണന്റെ സ്വർഗാരോഹണത്തിനും ദ്വാരക പ്രളയത്തിൽ മുങ്ങാനും സമയമായി. അപ്പോൾ ഭഗവാൻ തന്റെ ഭക്തനായ ഉദ്ധവരെ അരികിൽ വിളിച്ചു പറഞ്ഞു, ഉദ്ധവ, ദ്വാരക കടലിൽ താഴുമ്പോൾ ഞാൻ പൂജിച്ചിരുന്ന ഈ വിഗ്രഹം ജലപ്പരപ്പിൽ പൊങ്ങിക്കിടക്കും. നീ ദേവഗുരുവായ ബൃഹസ്പതിയോട് വായുദേവന്റെ സഹായത്തോടെ ഈ വിഗ്രഹം കണ്ടെടുത്ത് കലിയുഗത്തിൽ ജനങ്ങൾക്ക് മുക്തി നേടാനായി ഭൂമിയിൽ ഏറ്റവും ഉചിതമായൊരു സ്ഥലത്ത് ഈ വിഗ്രഹം പ്രതിഷ്ഠിക്കാനായി പറയണം. ഭഗവാൻ ശ്രീകൃഷ്ണന്റെ നിർദ്ദേശപ്രകാരം ബൃഹസ്പതിയും വായുദേവനും ആ ദിവ്യ വിഗ്രഹവുമായി ലോകം മുഴുവൻ സഞ്ചരിച്ചു. അനുയോജ്യമായൊരു പുണ്യഭൂമി തേടി അവർ അലഞ്ഞു. ഒടുവിൽ അവർ പണ്ട് സാക്ഷാൽ പരമശിവൻ തപസ്സനുഷ്ഠിച്ച രുദ്രതീർത്ഥക്കരയിൽ എത്തിച്ചേർന്നു. ആ സ്ഥലത്തിന്റെ മഹാത്മ്യം തിരിച്ചറിഞ്ഞ അവർക്ക് മുൻപിൽ ഭഗവാൻ പരമശിവൻ പ്രത്യക്ഷനായി. ദേവഗുരു, ഇതുതന്നെയാണ് വിഗ്രഹം പ്രതിഷ്ഠിക്കാൻ ഏറ്റവും ഉത്തമമായ സ്ഥലം. പരമശിവൻ അരുൾ ചെയ്തു. പരശുരാമന്റെ സാന്നിധ്യത്തിൽ നിങ്ങളെ വിഗ്രഹം ഇവിടെ പ്രതിഷ്ഠിക്കുക. അങ്ങനെ മഹാദേവന്റെ കൽപ്പന പ്രകാരം ഗുരുവായ ബൃഹസ്പതിയും വായുദേവനും ചേർന്ന് പരശുരാമ സാന്നിധ്യത്തിൽ ആ വിഗ്രഹം പ്രതിഷ്ഠിച്ചു. മഹാദേവൻ തന്നെ ആദ്യ പൂജകൾ നടത്തി അവരെ അനുഗ്രഹിച്ചുകൊണ്ട് പറഞ്ഞു, നിങ്ങൾ ഇരുവരും ചേർന്നല്ലേ ഈ മഹത്കൃത്യം നിർവഹിച്ചത്. അതിനാൽ ഈ പുണ്യസ്ഥലം ഇനി മുതൽ ഗുരുവായൂപുരം അഥവാ ഗുരുവായൂർ എന്ന പേരിൽ അറിയപ്പെടും. പിന്നീട് ദേവശില്പിയായ വിശ്വകർമാവ് അവിടെ എത്തി മനോഹരമായൊരു ക്ഷേത്രം നിർമ്മിച്ചു. വൈകുണ്ഠനാഥൻ നേരിട്ട് പൂജിച്ച വിഗ്രഹം കുടികൊള്ളുന്നത് കൊണ്ട് ഗുരുവായൂർ ഭൂലോക വൈകുണ്ഠം എന്നറിയപ്പെടാൻ തുടങ്ങി. ഇന്നും ഗുരുവായൂരപ്പന്റെ ആറാട്ട് നടക്കുന്നത് ആ പുരാതനമായ രുദ്രാതീർത്ഥത്തിലാണ്. ഗുരുവായൂർ ദർശനം പൂർണ്ണമാകണമെങ്കിൽ സമീപത്തുള്ള മമ്മിയൂർ മഹാദേവ ക്ഷേത്രത്തിലും തിരുവെങ്കിടം ക്ഷേത്രത്തിലും പാർത്ഥസാരഥി ക്ഷേത്രത്തിലും കൂടി ദർശനം നടത്തണമെന്നാണ് ഐതിഹ്യം. മറ്റൊരു കുഞ്ഞു കഥയായിട്ട് കാണുന്നവർക്ക് സൈനിങ് ഓഫ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ കാണുന്ന ബെൽ ബട്ടൺ കൂടി ഞെക്കി പിടിച്ച് നമ്മുടെ കുഞ്ഞു ഫാമിലിയിലേക്ക് ഒന്ന് ജോയിൻ ചെയ്യുക.